നിർണായകമായ ചുവടുവയ്പ് തന്നെയാണ് BJP നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. രാജീവ് ചന്ദ്രശേഖറിനെ BJP സംസ്ഥാന അധ്യക്ഷൻ ആക്കുന്നതിലൂടെ അനു തുടരുക. ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മഹേഷ്, പലപ്പോഴും BJPയിലേക്ക് അവരുടെ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് ആളെ ചേർക്കാനാകില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലേ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാളെ 20 വർഷത്തിൽ താഴെയാണ് അദ്ദേഹത്തിന് BJPയിലുള്ള ഒരു പാരമ്പര്യം ഉള്ളത്. അങ്ങനെ ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് BJP അത് തന്നെയായിരിക്കുമല്ലേ? മറ്റ് രാഷ്ട്രീയേതര സമൂഹങ്ങളിൽ കൂടി കടന്നു ചെല്ലുക, അവരെ കൂടി BJPയുടെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും ലക്ഷ്മി, പ്രൊഫഷണലായ ഒരു നീക്കമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം 60 വയസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് എത്തിയത് പടിപടിയായിട്ടാണ്. ആദ്യം അദ്ദേഹം സ്വതന്ത്ര MP ആയി, രാജ്യസഭ MP ആയി കർണാടക തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു കർണാടക നിയമസഭ ഒന്നാകെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നിന്ന സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ BJPയുടെ ഭാഗമായി മാറുകയും പിന്നെ BJPയുടെ MP ആയി മാറി കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം ഒരു മികച്ച എന്റർപ്രണറാണ്, വ്യവസായിയാണ്, വ്യവസായ പ്രമുഖനാണ്, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അത്തരത്തിലേക്ക് ഒട്ടനവധി വിശേഷണങ്ങളുള്ള ഒരു വ്യക്തി. ആ തരത്തിൽ ഒരു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തരൂരിന് ഇഷ്ടമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരാൾ ആ നിലയിൽ. പക്ഷെ BJPയിൽ പടലപ്പിണക്കങ്ങൾ ധാരാളമുണ്ട്. ആ പടലപ്പിണക്കങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ ഒന്നടങ്കം യഥാർത്ഥത്തിൽ നേതാക്കൾ ഒന്നടങ്കം രാജീവ് ചന്ദ്രശേഖറിന് എതിരാണ് എന്നതുകൂടി കാണേണ്ടിയിരിക്കുന്നു. കാരണം അത് സുരേന്ദ്രനായാലും MD രമേശ് ആയാലും PK കൃഷ്ണദാസ് ആയാലും അവർക്കെല്ലാം തന്നെയും വെല്ലുവിളി ഉയർത്തുന്ന നേതാവായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ കാണുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള BJPയുടെ സംഘടനാ സംവിധാനത്തിൽ ഇപ്പോഴുള്ള മേൽക്കൈ പലർക്കും നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാവും. കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം വളരെയധികം പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ PR ഏജൻസികളടക്കം നിയോഗിച്ചുകൊണ്ട് പാർട്ടി പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മറ്റൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയും പ്രചരണ രീതി അവലംബിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വ്യവസായ പ്രമുഖൻ, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ കുറച്ചുകൂടി വ്യക്തിത്വം വെച്ച് ആളുകൾക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഒരു നല്ല നേതൃത്വം എന്ന് തോന്നുന്ന ഒരാളെ കൊണ്ടുവരിക എന്ന തരത്തിലേക്കുള്ള ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം ഇന്നലെ രാത്രിയോട് കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ നിർബന്ധമായും പങ്കെടുക്കണം എന്ന നിർദ്ദേശം നൽകിയെന്നാണ് അതിനടുത്ത വൃത്തങ്ങൾ പറയുകയും ചെയ്തത്. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ പ്രകാരം രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. നോമിനേഷന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും ഒരാൾ മാത്രം നോമിനേഷൻ നൽകുകയുള്ളൂ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ആണ് എങ്കിൽ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം അതേപടി അംഗീകരിക്കുന്ന സ്ഥിതിയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും സംസ്ഥാന പ്രസിഡന്റ് എന്ന വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ലക്ഷ്മി, ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ സുരേന്ദ്രൻ പക്ഷം, ശോഭാ പക്ഷം, ഇങ്ങനെയൊക്കെ മാറി മാറി പലതരം ഗ്രൂപ്പുകളിൽ പെട്ടിരുന്ന വിവിധ ഗ്രൂപ്പുകളുണ്ട് BJPക്കകത്ത്. അവരുടെയൊക്കെ ഒരു വികാരം എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ? ആദ്യത്തെയൊക്കെ ഒരു പരിഭവത്തിന് ശേഷം എല്ലാവരും ഒത്തുനിൽക്കുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാനും കഴിയുന്നത്, അല്ലേ മഹേഷ്? അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഇവർ പോലും അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി മാറിയാൽ ആ നിലപാട് മയപ്പെടുത്തേണ്ടി വരും, മാറേണ്ടി വരും. കാരണം BJP കേന്ദ്ര നേതൃത്വവുമായി അത്ര അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വളരെയധികം മനപ്രയാസമുണ്ടാക്കിയ സംഭവം, അദ്ദേഹം വ്യക്തിപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും ഏറെ വേദനിച്ച സന്ദർഭം എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖറിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾ പാളിപ്പോയി. അതിൽ BJP തന്നെ പല ഗ്രൂപ്പുകളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതെ മറിച്ച് വോട്ട് ചെയ്തു എന്ന വികാരം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വിവാദമായ ട്വീറ്റിന് കാര്യം ലക്ഷ്മി ഓർമ്മിക്കുമല്ലോ. ആ ട്വീറ്റിൽ അദ്ദേഹം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നീട് അദ്ദേഹം തിരുത്തി അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ സോഷ്യൽ മീഡിയ ടീമിലെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരാൾ അത് ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ അപാകതയാണ് എന്ന തിരുത്തലും അദ്ദേഹം വന്നെങ്കിൽ പോലും അത്രയധികം രോഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നത് ഒരു വാശിയായിട്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റ് വരെ തിരുവനന്തപുരത്ത് വാങ്ങി അങ്ങനെ അദ്ദേഹം ഇവിടെ ആ സ്ഥാനമുറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കിയിരുന്നു. നമുക്കറിയാം അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥനാണ്. എങ്കിൽ പോലും ആ സ്ഥാപനത്തിൽ പോലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയോ ആ സ്ഥാപനത്തിന്റെ പരിപാടികൾ പോലും പങ്കെടുക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. അതിന്റെ
ആസ്ഥാന മന്ദിരത്തെ ഉദ്ഘാടന ചടങ്ങിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റ് തന്നെ വാങ്ങി അത്തരത്തിലേക്ക് തന്റെ പ്രവർത്തന കേന്ദ്രം കേരളത്തിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ അദ്ദേഹത്തെ പിണക്കി മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കും മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് സഹകരിക്കുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ അവബോധമില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ BJPക്ക് അത് ഏത് തരത്തിലേക്ക് മറികടക്കാൻ കഴിയും എന്നതനുസരിച്ചിരിക്കും BJPയുടെ കേരളത്തിലെ ഭാവി. നമുക്കറിയാം, അദ്ദേഹം ആദ്യം അമേരിക്കയിൽ IT ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ ബിസിനസ് കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിനുശേഷം വലിയ ബിസിനസ്സുകൾ നോക്കി നടത്തുന്ന ആളാണ്. ഇങ്ങനെ ഒരു പാർട്ടിക്കും അതീതമായ വ്യക്തിത്വം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു പരമ്പരാഗത BJP ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസം പുലർത്തുന്നവർ അല്ലാത്തവരിലേക്ക് കൂടി പാർട്ടിയെ എത്തിക്കുവാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ ഇത്ര വലിയൊരു കീ പോസ്റ്റിലേക്ക്, സംസ്ഥാനത്തെ ഇത്രയും കീ പോസ്റ്റിലേക്ക് BJP തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. മഹേഷ്, അതിനകത്ത് BJPയുടെ മുന്നിലുള്ള മറ്റൊരു മാതൃക സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, എടുക്കുന്നത്, അതിനുശേഷം അദ്ദേഹത്തെ പലതവണ സ്ഥാനാർത്ഥിയാക്കുന്നത്, ഒടുവിൽ BJPക്ക് തൃശൂർ ലോക്സഭാ സീറ്റ് കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മാതൃക അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ സംസ്ഥാന ഒട്ടാകെ അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കുവാൻ, അതിൻ്റെ പതിപ്പ് ആവർത്തിക്കുവാനുള്ള ഒരു വിജയശ്രമം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ലക്ഷ്മി, ആ വിലയിരുത്തൽ കൃത്യമാണ്. കാരണം വ്യക്തിപ്രഭാവത്തിനാണ് കൂടുതൽ സ്വാധീനം BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന തരത്തിലേക്കുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ധാരണ കേന്ദ്ര നേതാക്കൾക്ക് ഉണ്ട്. കാരണം BJP ഉന്നയിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെ അതേപടി സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള മനോഭാവം കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. ഇവിടെ ഈ തരത്തിലേക്ക് ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ പോലും പൂർണ്ണമായും കിട്ടാത്ത സ്ഥിതിയുണ്ട്. NSS അടക്കമുള്ള സമുദായ സംഘടനകൾ BJPക്കെതിരെ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വ്യക്തിപ്രഭാവമുള്ള നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഒരു നില അവർ സ്വീകരിക്കുന്നു. അതിന്റെ വ്യക്തമായ തെളിവും അതിന്റെ വിജയകരമായ തെളിവുമായിട്ടാണ് സുരേഷ് ഗോപി മാറിയത്. ആ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വ്യക്തിപ്രഭാവം കൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂര് വിജയിച്ചത്. അത് എതിർക്കുന്ന ആളുകൾ സമുദായ ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു. അത്തരത്തിലേക്ക് ഉള്ള ഒരു നേതൃത്വം വന്നാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. കാരണം ഇടതുപക്ഷം അതിന്റെ മൂന്നാമത്തെ ഭരണത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്ന കാലം കോൺഗ്രസ് ദുർബലമാണെങ്കിൽ പോലും കോൺഗ്രസിനെ മറികടന്ന് മുന്നോട്ട് വരാൻ BJPക്ക് അടുത്ത കാലത്ത് സാധിക്കില്ല എന്ന വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് ആ നിലയിലേക്ക് BJP കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ സംവിധാനത്തിന് കീഴിലാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര നേതൃത്വം കണക്കാക്കുന്നത്. അത് നിലവിൽ കേരളത്തിലെ നേതാക്കളെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല കേരളത്തിലെ നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് അത് അതിന്റെ പല സീമകൾ ലംഘിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിലാരെ ആക്കിയാലും ആ ഗ്രൂപ്പ് പോര് വീണ്ടും മൂർച്ഛിക്കുമെന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. പക്ഷേ ഇപ്പോഴവർ എതിർക്കുന്ന ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഒന്നടങ്കം എതിർക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന പുറമേ നിന്ന് കേരളത്തിലേക്ക് ഇപ്പോൾ ഇറക്കുമതി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ പ്രസിഡന്റ് ആകരുത് എന്നർത്ഥിക്കുന്ന നിലപാട് അവർക്കുണ്ടായിരുന്നു. ആ നിലപാട് എത്രത്തോളം കൃത്യമാർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയും. അത്തരത്തിലേക്ക് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം അതിശക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒറ്റ പേര് മുന്നോട്ട് വെച്ചാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല മറ്റു നേതാക്കൾക്ക്. അവർക്ക് പ്രയാസമുള്ള കാര്യമാണെങ്കിൽ കൂടും അവർക്ക് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിലയുറപ്പിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും. അത് രാജീവ് ചന്ദ്രശേഖർ തന്റെ വ്യക്തിപരമായ ഒരു വിജയമായി കൂടി കണക്കാക്കുകയും ചെയ്യും. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായ ആ പരാജയത്തിൽ തന്നെ കാലിവാരി എന്ന ഒരു രോഷം അദ്ദേഹത്തിന് ഉണ്ട് എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതാണ്. ഇതോടൊപ്പം ലക്ഷ്മി.